ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ എഡ്യൂക്കേഷൻ സ്കാംസിനെ പറ്റിയിട്ട്. അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ സ്കാംസിനെ പറ്റിയിട്ട്. ഇപ്പൊ ഇത് എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടി പോയി പെട്ടു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവൻ +2 കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പൊ നഴ്സിംഗ് എടുക്കാനായിരുന്നു ഉദ്ദേശം. അപ്പൊ ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ അവൻ നെറ്റിലും അതുപോലെ എവിടേക്കോ സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ നമ്പേഴ്സ് എടുത്തു. അതിനുശേഷം അവർ പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കോൺടാക്ട് ചെയ്തു. അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അതുപോലെ ഇവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് അവരെ ടോൺ മാറ്റി തുടങ്ങി. അതായത് അവർ പറഞ്ഞു തുടങ്ങി, സീറ്റ് കഴിയാൻ പോവുകയാണ്, അതായത് സീറ്റ് ഇപ്പൊ തീരും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് പോകുമെന്ന് പറഞ്ഞു. ഇവര് സാധാ ഒരു ഫാമിലിയാണ്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ സീറ്റ് പോകുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു, സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ പേ ചെയ്തു. പിന്നീട് ഈ പേയ്മെന്റിന് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് കോളുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ക്ലാസ് പിന്നെ ഇപ്പം കുറച്ച് നാളായി ഇങ്ങനെ തുടങ്ങുന്നത്, ഒരു ഡേറ്റും പറഞ്ഞു. അതിനുശേഷം ഇവരൊന്ന് കോളേജ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കോളേജ് കാണാൻ പോയി. ബാംഗ്ലൂരാണ് സംഭവം. കോളേജ് കാണാൻ പോയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ യാതൊരു ഫെസിലിറ്റി ഇല്ലാത്ത കോളേജ്, ഒരു ഫെസിലിറ്റി ഇല്ല, വെറുതെ ഒരു ബിൽഡിംഗ് മാത്രം കെട്ടിയിട്ടേക്കുകയാണ്. ആ ബിൽഡിംഗ് പോലും പ്രോപ്പറായിട്ട് അവർ എന്ത് ചെയ്തില്ല, വൃത്തിയാക്കിയിട്ടില്ല. അത്രയും മോശം ഒരു കോളേജ്. ആ കോളേജ് കണ്ടപാട് അവന് തോന്നി ആ കോളേജ് പഠിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ ഉറപ്പിച്ച്. അതിനുശേഷം അവരെന്ത് ചെയ്തു, ആ കോളേജിന്റെ അന്ന് അതോറിറ്റി കോൺടാക്ട് ചെയ്തു. അവർക്ക് കോളേജ് വേണ്ട, റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു റീഫണ്ട് ചെയ്യാൻ പറ്റത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 50,000 രൂപയാണ് പോയിരിക്കുന്നത്. സാധാ ഒരു ഫാമിലി എന്ന് വന്നതാണ്. ആലോചിക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്ത് ഞാൻ എഡ്യൂക്കേഷൻ സ്കാമിനെ പറ്റി പറഞ്ഞ് 2 ദിവസമായിട്ടേ ഉള്ളൂ. ഞാൻ പിന്നെയും പറയുകയാണ്, ഒരു കാരണവശാലും സ്കാംസിൽ പോയി പെടരുത്. ഇത് അഡ്മിഷന്റെ ടൈമാണ്, നല്ല കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആ വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും സ്കാംസിൽ പോയി പെടരുത്. ഇപ്പൊ തന്നെ ഒരുപാട് പേര് പോയി പെടുന്നുണ്ട്. ഞാൻ വിചാരിച്ചതാണ് ഈ കൊല്ലം അധികം ആളുകൾ പോയി പെടില്ല, അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇതിനെ പറ്റിയൊക്കെ ഒരു ബോധ്യം വന്നിട്ടുണ്ടോന്ന് വിചാരിച്ചതാ. പക്ഷെ ഇല്ല, ഒരുപാട് പേരും പോയി പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പറയാണ്, സ്കാംസ് ഒക്കെ ഒരുപാട് കാത്തിരിപ്പുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും അതുപോലെ കോഴ്സിന്റെ ഫോമിലും കൺസൾട്ടൻസി ആയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു കോഴ്സിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും ചുമ്മാ പോയി ചേരുകയോ അത് കണക്ക് പൈസയൊന്നും അടയ്ക്കുകയോ ചെയ്യരുത്. കോളേജും ഇൻസ്റ്റിറ്റ്യൂഷനും കോഴ്സൊക്കെ വൃത്തിയായിട്ട് നോക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അബദ്ധം പറ്റും, പൈസകൾ പോവും. ശ്രദ്ധിക്കുക.